എല്ലാവർക്കും മല്ലിവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡൊമിനിക്, നടികർ, ബസൂക്ക തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTT വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മാത്യു തോമസ്, ബേസിൽ, അനിക തുടങ്ങി ഒരുപാട് പേരെ അഭിനയിച്ച സിനിമയാണ് കപ്പ്. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഇതൊരു റൊമാൻറ്റിക്കൽ സ്പോർട്സ് മൂവിയാണ്. ഇപ്പോൾ സൈനാപ്പിള് കപ്പ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. ഈ മാസം ലാസ്റ്റ് വീക്കിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിൽ നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ് തങ്കമണി പറഞ്ഞു പോയത്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. എന്നിട്ടും തങ്കമണിയുടെ OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. നീതപിള്ളയും ദിലീപുമാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആമസോൺ പ്രൈമാണ് തങ്കമണിയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂലൈ മാസം 28 മുന്നേ ആമസോൺ പ്രൈമിൽ തങ്കമണി റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിരുന്നു ഇത്. 2023 കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമ റിലീസായത്. ഒരുപാട് യുവതാരങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഉടനെ തന്നെ ഹോട്ട്സ്റ്റാറിൽ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി മൂവിയായിരുന്നു പെരുമാനി. തിയേറ്ററുകളിൽ സിനിമ വിജയിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും പെരുമാനിയുടെ OTT റിലീസായില്ല. ലുക്മാൻ, വിനയ് ഫോർട്ട്, സണ്ണി വെയിനാണ് പെരുമാനി സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. ജൂലൈ മാസം 30 മുന്നേ പെരുമാനി സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് ജിൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ഒരു കോമഡി ഹൊറർ സിനിമയാണ് ജിന്ന്. സൗബിൻ ഷാഹിറാണ് സിനിമയിലെ നായകൻ. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ജിന്ന് സിനിമ നേടിയെടുത്തത്. സിനിമ ഇറങ്ങിയിട്ട് കാലങ്ങളായി. ഇപ്പോഴാണ് ആമസോൺ പ്രൈം ജിന്നിൻ്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ജിന്ന് സിനിമ ജൂലൈ 25 OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നിന്ന് നല്ല അഭിപ്രായമാണ് വേല സിനിമ സ്വന്തമാക്കിയത്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. ഷൈനികമാണ് സിനിമയിലെ നായകൻ. അതുപോലെ സണ്ണി വെയിനും ഉണ്ട്. വേല സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈം വാങ്ങിച്ചിട്ടുണ്ട്. സിനിമ ജൂലൈ മാസം 27 മുന്നേ ആമസോൺ പ്രൈമിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു ചെക്ക്മേറ്റ്. ലാലും അനൂപ് മേനോനുമാണ് ചെക്ക്മേറ്റിൽ അഭിനയിച്ചിരിക്കുന്നത്. ചെക്ക്മേറ്റ് തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് സ്വന്തമാക്കിയത്. ഇപ്പോൾ ആമസോൺ പ്രൈമാണ് ചെക്ക്മേറ്റിൻ്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഈ വീക്കിലായിരിക്കും ചെക്ക്മേറ്റിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതും ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. എവറേജ് അഭിപ്രായമാണ് DNA സിനിമ നേടിയെടുത്തത്. മനോരമ മാക്സ് ആണ് DNA സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. അസ്കർ, അന്ന റേച്ചി, റായലക്ഷ്മിയാണ് DNA സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. DNA എന്ന സിനിമ അടുത്ത വീക്കിലായിരിക്കും OTT റിലീസ് ആവാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഗെറ്റ് സെറ്റ് ബേബി കാത്തിരുന്ന് ആരാധകർക്ക് മടുത്തു. ഉണ്ണിമുകുന്ദനും നിഖില വിമലുമാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ നന്നായിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ OTTയിൽ മാത്രം സിനിമ വരുന്നില്ല. ഇപ്പോൾ ഇതാ മനോരമ മാക്സിൽ ഗെറ്റ് സെറ്റ് ബേബി റിലീസാക്കാൻ പോവുകയാണ്. ഗെറ്റ് സെറ്റ് ബേബി സർപ്രൈസ് ആയിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ജൂലൈ മാസം 25 മുന്നേ ഗെറ്റ് സെറ്റ് ബേബി റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഡൊമിനിക് റിലീസായിട്ട് മാസങ്ങളായി. ഇതുവരെ OTT വന്നിട്ടില്ല. മമ്മൂട്ടിയാണ് ഡൊമിനിക് സിനിമയിലെ നായകൻ. ഗൗതം വാസുദേവാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിരുന്നു ഡൊമിനിക്. എന്നിട്ട് സിനിമ പരാജയപ്പെട്ടു. ഡൊമിനിക്കിൻ്റെ OTT ആരും തന്നെ വാങ്ങുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഡൊമിനിക് സിനിമ സർപ്രൈസ് ആയിട്ട് ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ ഈ വീക്കിലായിരിക്കും റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ അട്ര ഫ്ലോപ്പായ സിനിമയാണ് നടികർ. ടോവിനോ തോമസ് ആണ് സിനിമയിലെ നായകൻ. ഇതൊരു കോമഡി ആക്ഷൻ മൂവിയായിരുന്നു. ഇപ്പോഴിതാ സൈനാപ്ലയാണ് നടികർ സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ വലിയ രീതിയിൽ റിലീസാക്കാനാണ് അവരുടെ പദ്ധതി. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി എല്ലാ ഭാഷകളിലും നടികർ സിനിമ ജൂലൈ 18 OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബസൂക്ക ഒരു ആക്ഷൻ മൂവിയാണ്. മമ്മൂട്ടിയാണ് സിനിമയിലെ നായകൻ. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ബസൂക്ക.
എന്നിട്ടും ബസൂക്കയ്ക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. OTT-യിൽ വന്നാൽ ഒരുപക്ഷെ എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടും. മമ്മൂട്ടി മികച്ച അഭിനയമാണ് ബസൂക്കയിൽ കാഴ്ചവെച്ചത്. C5 ആണ് ബസൂക്കയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ ഇതുവരെ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ റിപ്പോർട്ടുകൾ പ്രകാരം ബസൂക്ക സിനിമ അടുത്ത ആഴ്ച C5-ൽ OTT റിലീസ് ചെയ്തേക്കും. ഇനിയും ഒരുപാട് സിനിമകൾ ഈ മാസം തന്നെ OTT-യിൽ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTT-ക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.